ഇതൊരു കഥയല്ല. ഇത് സിനിമയിലോ വാർത്തകളിലോ മാത്രം നടക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. നമ്മൾ കാണുന്ന ആളുകൾ. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം ഒരു ചെറിയ കാര്യം, ഒരു നിമിഷത്തെ കോപം, അതോടെ ഒരു ജീവൻ പോയി. ഒരു കുടുംബം തകർന്നു. ഇന്ന് ആ വീട്ടിൽ ശബ്ദമില്ല, ചിരിയില്ല, പകരം പാശ്ചാത്താപവും കണ്ണീരും മാത്രം. നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് അവരുടെ വീട്ടിൽ സംഭവിച്ചു. നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാതിരിക്കാനാണ് ഈ വീഡിയോ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിലുണ്ടായ തർക്കം ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലെത്തിയത്. ഇതൊരു വാർത്ത മാത്രമല്ല, ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഈ സംഭവത്തെ വളച്ചൊടിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്, ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോഴുണ്ടായ സംഭവം ഒരു ദിവസത്തിൽ പിറന്നതല്ല. അത് പല ദിവസങ്ങളായി, പല മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി വളർന്ന പ്രശ്നങ്ങളുടെ ഫലമായിരിക്കും. ഒരു ചായ കിട്ടാത്തത് കൊണ്ട് ഒരു ഭർത്തൃമാതാവ് മരുമകളെ കൊല്ലുന്നത് ഇപ്പോഴുണ്ടായ ഒരു സംഭവത്തിൽ നിന്ന് പിറന്നതല്ല. അത് പല ദിവസങ്ങളായി, പല മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി വളർന്ന പ്രശ്നങ്ങളുടെ ഫലമായിരിക്കും. ഒരു വീട്ടിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ, സംസാരിക്കാതെ പോകുന്നത്, ഞാൻ ശരിയാണ് എന്ന അഹങ്കാരം, ഇതെല്ലാം ചേർന്നാൽ അത് ഒരിക്കൽ വലിയ പ്രശ്നമായി പൊട്ടിത്തെറിക്കും. പലപ്പോഴും നമുക്ക് തോന്നും ഇത് ചെറിയ കാര്യമല്ലേ, പക്ഷേ പറയാത്ത വേദനകൾ, അടച്ചുവെച്ച കോപം, അവ ഒരിക്കലും ചെറിയതല്ല. നമ്മുടെ സമൂഹത്തിൽ പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. മരുമകൾ, മാതാവ്, തർക്കം, ഭർത്താവ്, ഭാര്യ, അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് സംസാരിക്കാത്തതാണ്. പലരും സഹിച്ചു കഴിയുന്നു. ചിലർ ആരോടും പറയാതെ കരയുന്നു. ചിലർക്ക് പറയാൻ ഒരാൾ പോലുമില്ല. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഒരു ചെറിയ പ്രശ്നം വലിയ ദുരന്തമായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ ഒഴിവാക്കാം. ആദ്യം അതിന് വേണ്ടത് സംസാരിക്കുക. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. രണ്ടാമത്, മൂന്നാമത്തെ ഒരാൾ ആവശ്യമുണ്ട്, ഒരു വിശ്വസനീയനായ ഒരു വ്യക്തി. ഇവിടെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ പ്രധാനമാകുന്നത്. ഉദാഹരണത്തിന് ആശാവർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, ഇവരെല്ലാം നമുക്ക് സമീപിക്കാവുന്ന ആളുകളാണ്. ഇത് മാത്രമല്ല, ഗവൺമെൻറ് തലത്തിൽ കൗൺസിലിംഗ് സേവനങ്ങളുമുണ്ട്. പഞ്ചായത്ത് തലത്തിൽ കുടുംബ കൗൺസിലിംഗ് സെൻ്ററുകളും ആരംഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓരോ പ്രദേശത്തും ഒരു കേൾക്കുന്ന ഒരാൾ ഉണ്ടാകണം, മനസ്സിലുള്ളത് പറയാൻ കഴിയുന്ന ഒരാൾ. ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. നമ്മൾ അടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അത് അവഗണിക്കരുത്. അത് അവരുടെ കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സമയത്ത് ഇടപെടണം. ഒരു വാക്ക്, ഒരു സഹായം, ഒരു ജീവനെ രക്ഷിക്കാം. കോപം വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ഹിംസ ഒരിക്കലും പരിഹാരമല്ല. ഒരു നിമിഷത്തെ കോപം ജീവിതകാലം മുഴുവൻ നഷ്ടമാക്കാം. ഒരു കുടുംബം തകർന്നു പോകും, ഒരു ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കുക, സഹായം തേടുക. നമ്മുടെ സമൂഹം മാറണം. നമ്മൾ മാറുമ്പോഴാണ് അത് നടക്കുക. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെ ആളുകൾ ആരോട് സംസാരിക്കും? സത്യമായി പറഞ്ഞാൽ പലർക്കും അതിനൊരു ഉത്തരമില്ല. ഇന്നലെ നമ്മൾ കേട്ട ഒരു ദുഃഖകരമായ സംഭവം അതൊരു ദിവസത്തിൽ സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം. ഒരു ചായ കൊടുക്കാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ മരിക്കേണ്ടി വരുമോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത് ചായയുടെ പ്രശ്നമല്ല, ഇത് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കോപത്തിൻ്റെ കഥയാണ്. പറയാതെ പോയ വാക്കുകൾ, മനസ്സിൽ സൂക്ഷിച്ച വേദന, ഒടുവിൽ ഒരു ദുരന്തമായി മാറിയ കഥ. ഒരു വീട്ടിൽ സാധാരണ ദിവസമാണ്. മരുമകൾ തിരക്കിലാണ്, വീട്ടുപണി, കുട്ടികളെ നോക്കൽ. അതിനിടയിൽ ഒരു ചെറിയ കാര്യം, ചായ കൊടുക്കാൻ താമസം, അല്ലെങ്കിൽ മറന്നു പോകൽ. പക്ഷേ അമ്മയുടെ മനസ്സിൽ അത് ചെറിയ കാര്യമല്ല. എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആരും വിലയിരുത്തുന്നില്ല എന്നുള്ള ചിന്തകൾ മെല്ലെ മെല്ലെ കൂടുന്നു. ഇവിടെ തന്നെ പ്രശ്നം തുടങ്ങുന്നു. അവിടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? പലപ്പോഴും അവൻ മിണ്ടാതെ നിൽക്കും. ഇത് സ്ത്രീകളുടെ കാര്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കും. കുട്ടികൾ എന്ത് കാണുന്നു? വീട്ടിൽ സ്ഥിരം തർക്കമാണ്, കോപമാണ്, ശബ്ദങ്ങളാണ്. അത് അവർ മനസ്സിൽ സൂക്ഷിക്കും. ഇങ്ങനെ ഒരു ചെറിയ സംഭവമെന്ന് തോന്നുന്ന കാര്യം ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിഷമമാക്കും. ഒടുവിൽ ഒരു നിമിഷത്തെ കോപത്തിൽ ഒരു ജീവിതം തന്നെ നഷ്ടമാകും. ഇവിടെ തെറ്റ് ഒരാളുടേതല്ല, സംസാരിക്കാത്ത എല്ലാവരുടെയുമാണ്. മരുമകൾക്ക് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മയുടെ വേദന കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, ഭർത്താവ് ഇടപെട്ടിരുന്നെങ്കിൽ
ഈ സംഭവം ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ കുടുംബത്തിനും പുറത്തൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നറിയാം? പഞ്ചായത്ത് മെമ്പർമാർ, ആശാവർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ ഇവരിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എത്താറില്ല. കാരണം കുടുംബങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പുറത്തു പറയാറില്ല. ലജ്ജ, മറ്റുള്ളവർ എന്ത് പറയും, ഇതാണ് ഏറ്റവും വലിയ തടസ്സം. നമ്മൾ ഒരിക്കൽ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയുന്നു? ഒരു വിശ്വസിക്കാവുന്ന വ്യക്തി ഉണ്ടാകണം. കേൾക്കുന്ന ഒരാൾ, ന്യായം പറയുന്ന ഒരാൾ, കോപം ശമിപ്പിക്കുന്ന ഒരാൾ. ഒരു ചായ, ഒരു വാക്ക്, ഒരു ചെറിയ കാര്യം, ഇവയൊന്നും വലിയതല്ല. പക്ഷേ അവയ്ക്ക് പിന്നിലുള്ള വികാരങ്ങൾ, അവയാണ് വലിയത്. കോപം വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു നിമിഷത്തെ കോപം ഒരു ജീവിതം അവസാനിപ്പിക്കരുത്. ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ ഒരു നിയമം വേണം. പ്രശ്നമുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കരുത്, സംസാരിക്കുക. സഹായം വേണമെങ്കിൽ അഭിമാനം മാറ്റി ചോദിക്കുക. കാരണം ഒരു വാക്ക്, ഒരു തീരുമാനം, ഒരു ജീവൻ രക്ഷിക്കാം. നമുക്ക് മാറ്റം വരുത്താം ഇന്ന് തന്നെ.